ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കട്ടൻ ചായയുടെ കൂടെ കഴിച്ച അരി ഉണ്ട നമുക്കിന്ന് ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. നമുക്കിനി അരി നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടായി അരി ഇങ്ങിടാം. 1 ഗ്ലാസ് അരി, ചെറിയ തീയിൽ വറുക്കണം. അതില്ലെങ്കിലേ അരി കറുകറിനാവുകയും ചെയ്യും, അരി വറുവില്ല. അരിയുടെ കളറങ്ങ് മാറി. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ അരി ഇങ്ങനെ വറുത്ത് കട്ടൻ ചായയിൽ തേങ്ങയും ചിരണ്ടിയിട്ട് അരിയും വറുത്തതിട്ടിട്ട് ഇങ്ങനെ കുടിക്കും. എന്താ ടേസ്റ്റ് അരി വെച്ചിട്ടാ. നമുക്കിനി ഇതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പിടാം. അതാ അതിൻ്റെ കൂടെ കിടന്ന് ചൂടാവട്ടെ. ഇനി അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം അരി വറന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് ഇറക്കി വെക്കാം. അരി വറുത്ത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അത് ഇനി ചൂടാറി കഴിഞ്ഞാൽ മിക്സിയിൽ അടിക്കാൻ പറ്റുള്ളൂ. അടിച്ചാൽ മിക്സിയുടെ ജാറിൽ നിന്ന് മൂടി അങ്ങ് തെറിച്ചു പോകും. കുട്ടികൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ശർക്കര ഇതിലിട്ട് ഒന്ന് പൊടിക്കാം. 1 ഗ്ലാസ് അരിക്ക് ഇതിൽ 2 അച്ചുവല്ല ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം കൂട്ടി വേണമുള്ളവർക്ക് കൂടുതലിടാം, കുറച്ച് വേണമുള്ളവർക്ക് കുറച്ചിടാം. ആദ്യം നമുക്ക് ഈ അരിയും അണ്ടിപ്പരിപ്പും പാടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമുക്ക് ഇതിൽ കൊട്ടാം. ഇനി ഇത് മൂടി വെക്കാം. ആ ജാറിൽ തന്നെ നമുക്കിനി തേങ്ങ പൊടിക്കാം. ഞാനിത് 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് പൊടിക്കാം. പിന്നെ തുടച്ചിടാം. പിന്നെ ശർക്കര, ഞാൻ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലിട്ട് പൊടിക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം ആയിക്കണമെന്ന്. ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയിടാം. ഇത് ഇളക്കിയിട്ട് കാത്യം പൊടിച്ച അരിപ്പൊടി ഇതിലിടാം. മൂടിയിട്ട് ഒന്നുകൂടി മിക്സിയിൽ വെച്ച് അടിക്കാം. ഇനി ഇത് നമുക്ക് തുറക്കാം. തുറന്നിട്ട് ഈ പാത്രത്തിൽ കോരിയിടാം. നമ്മൾ രണ്ടാമത് മിക്സിയിലിട്ട് അടിച്ചല്ലോ. എല്ലാം പൊടിച്ച് വെച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കണമെന്നില്ല. ഇതേപോലെ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് കൈയിട്ട് കുഴച്ചാലും മതി. ഇങ്ങനെ അരി ഉണ്ട പോലെ അങ്ങനെ ആക്കിയെടുക്കുക. നമുക്ക് പാത്രത്തിൽ ഒന്നൊന്നായിട്ട് ഉരുട്ടിയിട്ട് വെക്കാം. നമ്മുടെ അരി ഉണ്ട റെഡിയായി. ഇത് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളതാണ്, ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ളത്. അതേപോലെ കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. ഇതൊരു മായമില്ലാത്തൊരു അരി ഉണ്ടയാണ്. എന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.